ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വേക്ക് അപ്പ് ഡെഡ് മാൻ എ നൈസ് ഔട്ട് മിസ്റ്ററീസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നൈസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ 2 പാർട്ടുകൾ മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് രണ്ടും നേരത്തെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണേണ്ട ആവശ്യമില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഇറങ്ങിയ 2 പാർട്ടുകളുണ്ടല്ലോ, അതേ സ്റ്റൈലിൽ തന്നെയാണ് ഈ മൂവി എടുത്തിട്ടുള്ളത്. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ മൂവി പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 2 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം കഥയിൽ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് 2 പാർട്ടിലേ ഈ മൂവി തീരത്തുള്ളൂ. എന്ന് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. 2ാമത്തെ പാർട്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം വരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരുമിച്ച് തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ പാർട്ട് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2ാമത്തെ പാർട്ടും ചാനലിൽ തന്നെ കയറി കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നായകനായിട്ടുള്ള ബെനോയിറ്റ് അവനൊരു ഡിറ്റക്റ്റീവാണ്. അവന്റെ കയ്യിലെ നമ്മുടെ കഥയിലെ മറ്റൊരു നായകനായിട്ടുള്ള ജൂഡ് എന്ന് പറഞ്ഞ ഒരുത്തന്നെ എഴുതിയ ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. ആ ബോക്സിംഗ് കാരണമാണ് എനിക്കൊരാളെ കൊല്ലേണ്ടി തന്നെ വന്നത്. ആ പ്രശ്നത്തിൽ നിന്ന് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചർച്ചാണ്. പക്ഷെ ഈ ചർച്ചിലും എനിക്ക് പ്രശ്നം തരാൻ വേണ്ടിയിട്ട് ഒരുത്തനുണ്ട്. വേറെ വഴിയില്ലാതെ ആ ബോക്സിംഗ് കാരണം ഞാൻ അവനെ ഇടിച്ചു. അത് കാരണം ജൂഡിനെ അവിടെയുള്ള ഫാദർമാരെല്ലാം ചോദ്യം ചെയ്യാണ്. അപ്പോൾ ജൂഡ് പറയും, സോറി ഫാദർ, ഞാൻ അറിയാതെ ചെയ്തതാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കുന്നില്ല. അതിലൊരു ഫാദർ നമ്മുടെ ജൂഡിനെ മാറ്റി നിർത്തി. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തതൊരു തെറ്റാണ്. കാരണം ഒരു ഫാദർ മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല. അതുമല്ല, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിന്നെ മറ്റൊരു ഗ്രാമത്തിലെ ഒരു ചർച്ചിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി. അവിടെയാണ് നീ ഇനി ജോലി ചെയ്യേണ്ടത്. ഇപ്പം ആ ചർച്ച് നോക്കി നടത്തുന്നത് ജെഫേഴ്സൺ എന്ന് പറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് അയാളുടെ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കണം നീ അവിടെ ജോലി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയുന്നതും അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ജൂഡ് അവന്റെ ഫാദർ പറഞ്ഞ അതേ ചർച്ചിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചിലേക്ക് വരുമ്പോൾ തന്നെ ജൂഡിന് അത്രയും സന്തോഷമുണ്ട്. അങ്ങനെ ആ ഒരു ചർച്ചിനുള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ഈ ചർച്ചിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു വലിയ കുരിശുണ്ടാവുമല്ലോ. പക്ഷെ ഇതുപോലൊരു കുരിശ് അവിടെ കാണുന്നില്ല. ആ കുരിശുണ്ടായതിന്റെ ഒരു പാട് മാത്രം അവിടെ ഉണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ചർച്ച് നോക്കി നടത്തുന്ന ആ ഒരു ഫാദർ ജെഫേഴ്സൺ അയാൾ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഇയാളെ നമുക്ക് എന്തായാലും ഫാദർ എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ ഫാദർ അവിടേക്ക് വരുന്നതും ഫാദറിന്റെ സഹായിയായിട്ടുള്ള അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന മാർത്ത എന്ന് പറഞ്ഞൊരു സ്ത്രീയും അവിടേക്ക് വരുന്ന അവരെയും ജൂഡിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഫാദർ ഉണ്ടല്ലോ, അയാൾ ഇപ്പോൾ ജൂഡിനെ വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് നിന്നോട് കുമ്പസാരിക്കണം, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറയണമെന്ന് പറഞ്ഞ് ഇപ്പൊ അയാൾ ഈ ചർച്ചിൽ ഫാദറായിട്ട് വന്നതിന് ശേഷം ചെയ്ത കാര്യങ്ങളെല്ലാം ജൂഡിനോട് പറയാണ്. അയാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വയം ആസ്വദിക്കുന്ന കാര്യങ്ങൾ, സ്ത്രീകളെ കാണുമ്പോൾ അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പല വൃത്തികെട്ട കാര്യങ്ങളും അയാൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജൂഡിന് തോന്നുന്നത് ഇങ്ങനെ ഒരു ചുമതലയിലുള്ള ആള് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യോ, ഇതൊന്നും ഈ സഭയ്ക്ക് പോലും യോജിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് ജൂഡ് ചിന്തിക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിനെനിക്ക് പാപപരിഹാരം വേണമെന്ന് പറയുമ്പോഴത്തേക്കും ജൂഡിന് ഒരു കാര്യം മനസ്സിലായി: ഈ ഫാദർ ഒരിക്കലും ഒരു നല്ല ഫാദർ അല്ലാന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് ജൂഡ് നേരെ അവന്റെ റൂമിലേക്ക് പോകും. അങ്ങനെ റൂമിലേക്ക് വന്ന ആ ജനാല വഴി താഴേക്ക് നോക്കുമ്പോൾ ഈ ചർച്ചിൽ ജോലി ചെയ്യുന്ന മാർത്തയുണ്ടല്ലോ, അവരതിലെ നടന്നു പോകുമ്പോഴത്തേക്കും ഈ ചർച്ചിന്റെ പല ഭാഗങ്ങളും പരിചരിക്കുന്ന വേറൊരു വയസ്സായിട്ടുള്ള ആളുണ്ട്. അയാള് മാർത്തയുടെ പുറകിലെ ഒരൊറ്റയടി. വേറെ ഒന്നല്ല, ഇവർ രണ്ടുപേരും എന്തോ ഇഷ്ടത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജൂഡ് സാംസൺ എന്ന് പറഞ്ഞ അയാളോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയും, എനിക്ക് ഈ ഒരു ബേസ്ബോൾ കളി ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചർച്ചിലെ പ്രാർത്ഥനയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ ബേസ്ബോൾ കളി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ളത് കാണുകയും ചെയ്യും. അപ്പോൾ മാർത്തയെ പറ്റി ചോദിക്കുമ്പോൾ മാർത്തയാണ് ഈ ചർച്ചിലെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ചർച്ചിലേക്ക് വരുന്ന സംഭാവനകളും അതിന്റെ വിവരങ്ങളും ഇതെല്ലാം നോക്കുന്നത്, അതേപോലെ തന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് മുന്നേ ഫാദറിനെ ഒരുക്കി വിടുന്നത്, അതേപോലെ അകത്തിരുന്ന് പിയാനോ വായിക്കുന്നത്, അങ്ങനെ ഈ ചർച്ച് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് മാർത്ത തന്നെയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ ചർച്ചിന് വെളിയിലായിട്ട് വലിയൊരു സമാധിയുണ്ട്. അവിടെ ഇവിടുത്തെ കുട്ടികൾ എന്തോ മോശമായിട്ടുള്ള ചിത്രം വരച്ചു വയ്ക്കുന്നത് കൊണ്ട് അത് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാംസൺ. അപ്പോഴാണ് ജൂഡ് ചോദിക്കുന്നത്, അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ മാർത്ത അവിടേക്ക് വന്നിട്ട് പറയും, ഇപ്പൊ നമ്മുടെ ചർച്ചിലെ ഫാദറില്ലേ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ സമാധിയാണിത്. അവരുടെ കുടുംബത്തിലുള്ള ഫാദർമാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം ഇതിനുള്ളിലായിരിക്കും അടക്കം ചെയ്യുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ജൂഡ് നേരെ ചർച്ചിനകത്തേക്ക് ചെന്നിട്ട് അവിടെ ആ ഒരു വലിയ കുരിശില്ലായിരുന്നല്ലോ, ഇപ്പൊ ആ ഭാഗത്ത് കുരിശ് വെക്കാൻ വേണ്ടി അതിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് ഫാദർ അകത്തേക്ക് വന്നിട്ട് ജൂഡിനോട് പറയും, വേണ്ട, അവിടെ ഒരിക്കലും ആ ഒരു കുരിശ് വെക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചു കഴിഞ്ഞാല് അത് ആ ഒരു വേശ്യയായിട്ടുള്ള സ്ത്രീയുടെ വിജയമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യേണ്ടെന്ന് പറയും. ഇപ്പോൾ ജൂഡിനൊന്നും മനസ്സിലാവാതെ ജൂഡ് നേരെ മാർത്തയുടെ അടുത്തേക്ക് വന്നിട്ട് ആ സ്ത്രീയെ പറ്റിയുള്ള കാര്യം ചോദിക്കും. എന്തുകൊണ്ടാ ഫാദർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ
അവിടെയാണ് മാർത്ത പറയുന്നത് അത് വേറെ ആരുമല്ല, ഈ ഫാദറിന്റെ സ്വന്തം അമ്മ തന്നെയാണ്. ഇപ്പൊ ഈ ചർച്ചിലെ ഫാദറായിട്ടുള്ള ജെഫേഴ്സൺ, അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ ചർച്ച് നല്ലതുപോലെ നടത്തിക്കൊണ്ട് പോയത്. ആ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ഡൊണേഷനും മറ്റ് സഹായങ്ങളെല്ലാം കാരണം നല്ല രീതിയിൽ പണം ഇവിടേക്ക് വരുമായിരുന്നു. അതെല്ലാം വെച്ചിട്ട് ഒരു ട്രസ്റ്റ് നടത്തി. ആ ട്രസ്റ്റ് വഴി അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഒരു ചർച്ചിനെ കൊണ്ടുപോയതും അദ്ദേഹം തന്നെയാണ്. പക്ഷെ ഇതെല്ലാം അദ്ദേഹത്തെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ തനിക്കൊരു അവകാശി വേണം. പക്ഷേ ഇപ്പോ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനോ കല്യാണം കഴിക്കാനോ അദ്ദേഹത്തിന് കഴിയത്തില്ലായിരുന്നു. അതിനുള്ള പ്രായമല്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ഫാദർ തിരഞ്ഞെടുത്തത് ഈ ഗ്രാമത്തിലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ജോലികളെല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ആ പെണ്ണാണെങ്കിലോ ഈ ഫാദറിന്റെ കയ്യിൽ ഒരുപാട് പണം ഉള്ളത് കൊണ്ട് തന്നെ അയാളെ കല്യാണം കഴിച്ച് അയാളോടൊപ്പം ജീവിച്ചു. അതിലുണ്ടായതാണ് നമ്മുടെ ഈ ഫാദർ ജെഫേഴ്സൺ. അങ്ങനെ ആ സ്ത്രീക്കും നല്ല സന്തോഷമായി. കാരണം ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുകളെല്ലാം ഇനിയുള്ള സമയങ്ങളിൽ അയാളുടെ സ്വത്ത് ഈ സ്ത്രീക്ക് അനുഭവിക്കാലോ എന്നുള്ള രീതിയിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ഫാദറിന്റെ അച്ഛൻ ഒരു മുട്ടൻ പണി അവർക്ക് കൊടുക്കുന്നത്. വേറൊന്നുമല്ല, ഈ സ്വത്തുകളെല്ലാം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫാദറിന്റെ അച്ഛൻ മരിക്കണം. അതും കൂടാതെ മരിച്ചു കഴിഞ്ഞാലും ഈ സ്ത്രീയുടെ പേരിലേക്ക് ഒരിക്കലും സ്വത്തുകൾ പോകത്തില്ല. അത് തന്റെ മകനായിട്ടുള്ള ജെഫേഴ്സിന്റെ പേരിലേക്കേ പോകത്തുള്ളൂ. അങ്ങനെ ആ സ്വത്ത് അനുഭവിക്കണമെന്നുണ്ടെങ്കിലും ആ സ്ത്രീയും ഈ ഫാദറും രണ്ടുപേരും ഈ ചർച്ചിൽ തന്നെ കഴിയണം, ഇവിടം വിട്ട് പോകാനും കഴിയത്തില്ല. ഇങ്ങനെ ഒരു നിബന്ധനയാണ് ആ പേപ്പറിൽ എഴുതി വെച്ചത്. അതുകൊണ്ട് അയാളുടെ ഭാര്യ, ആ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് വേറെ എവിടെയും പോകാൻ കഴിയാതെ ഇതിനകത്ത് തന്നെ ഒരു തുറങ്കിൽ അടയ്ക്കപ്പെട്ട ജീവിതം പോലെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് അവർക്ക് മാത്രമേ അങ്ങനെ തോന്നിയിരുന്നുള്ളൂ. അതുപോലെ ആ സമയം മുതൽ തന്നെ ഫാദറിന്റെ അച്ഛനെ സഹായത്തിനായിട്ട് ഞാൻ ഈ ചർച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എന്നോടും അധികം ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് എന്നോട് ഒരു കാര്യം പറഞ്ഞത്. ആദമിനും അവയ്ക്കും ഒരു ആപ്പിൾ കിട്ടിയതിനു ശേഷം അത് കഴിച്ചതിന് ശേഷമാണ് ഈ ലോകത്ത് നന്മയും തിന്മയും പല കാര്യങ്ങളും സംഭവിക്കാൻ തുടങ്ങിയത്. അതുപോലുള്ളൊരു കാര്യമാണ് എന്റെ കയ്യിലുള്ള പണം. അങ്ങനെയുള്ള ആ പണം ഒരിക്കലും ജെഫേഴ്സന്റെ അമ്മയുടെ അടുത്തേക്ക് പോകരുത് എന്നുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അതത്രയും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് ഫാദറിന്റെ അച്ഛൻ ചർച്ചിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഞാൻ ആ കാര്യം കണ്ടത്. എന്റെ കൺമുന്നിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചു വീണത്. അങ്ങനെ അദ്ദേഹം മരിച്ചതോടെ അയാളുടെ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് അത്രയും സന്തോഷമായി. കാരണം ഇനിയുള്ള പണം മുഴുവനായിട്ടും അവരുടെ കയ്യിൽ എത്താൻ പോവാണ്. ആ സന്തോഷത്തിൽ നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയി പരിശോധിക്കുമ്പോൾ ഒരൊറ്റ പണവും അവിടെ ഇല്ലായിരുന്നു. ഇതറിഞ്ഞ ആ സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഒരു ഈവിളായിട്ട് മാറി ആ ചർച്ചിലേക്ക് വന്ന് ചർച്ചിനകത്തേക്ക് കയറി തന്റെ ദേഷ്യം മുഴുവനായിട്ടും ആ ചർച്ചിനുള്ളിലെ എല്ലാ കാര്യങ്ങളും അടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. ഓരോന്നായിട്ട് അടിച്ച് നശിപ്പിച്ച് അവസാനം ആ വലിയ കുരിശുണ്ടല്ലോ അതുവരെ താഴേക്ക് തള്ളിയിട്ട് നശിപ്പിച്ചതും അവര് തന്നെയാണ്. അപ്പോഴേക്കും കുട്ടിയായിട്ടുള്ള മാർത്തയുണ്ടല്ലോ, അവൾ അവരുടെ മുന്നിലേക്ക് വന്നിട്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, ദയവ് ചെയ്ത് ഇതൊരു വലിയ പ്രശ്നമാക്കരുത് എന്ന് നമ്മുടെ മാർത്ത പറയുന്നതും ആ സ്ത്രീക്ക് നല്ല ദേഷ്യം വന്ന് കുട്ടിയാണെന്ന് പോലും നോക്കാതെ മാർത്ത ഇടിച്ച് താഴേക്കിട്ട് അവളുടെ പുറത്ത് കയറി നിന്ന് അവളെയും നല്ലതുപോലെ അടിക്കുന്നു. അങ്ങനെ അത്രയും ദേഷ്യം കാരണം ആ സ്ത്രീയും ഈ ഫാദറിന്റെ അച്ഛന്റെ കല്ലറയുണ്ടല്ലോ അതിന് മുന്നിലേക്ക് വന്ന് അവിടെ വെച്ചിട്ട് അവർക്ക് സ്ട്രോക്ക് വന്ന് അവരും മരിച്ച് താഴെ വീഴുമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് മാർത്ത ഈ ഫാദറിനെ പറ്റിയും ഫാദറിന്റെ അമ്മയെ പറ്റിയും എന്നോട് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹീറോ വായിക്കുന്നതാണ്. അപ്പൊ ഈ കാര്യം നമ്മുടെ ഹീറോ ആ ലെറ്ററിൽ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജൂഡ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഇനി നമ്മൾ സംശയിക്കേണ്ടത് ഈ ഗ്രാമത്തിലുള്ള കുറച്ചാളുകളെയാണ്. അതിൽ ആദ്യത്തെ ആള് വക്കീലായിട്ടുള്ള വെറ. കാരണം വേറെ ഒന്നല്ല, വെറയുടെ അച്ഛനും ഈ ചർച്ചിലെ ഫാദറും ഒരുപാട് കാലം സുഹൃത്തുക്കളായിരുന്നു. അതും കൂടാതെ വെറയ്ക്ക് ഒരു സഹോദരനുണ്ട്. അവന്റെ പേര് ഡ്രെവൻ. പക്ഷേ ഡ്രെവൻ ഒരിക്കലും വെറയുടെ സ്വന്തം സഹോദരനല്ല. പെട്ടെന്നൊരു ദിവസം വെറയുടെ അച്ഛൻ ഡ്രെവനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനി മുതൽ ഇവനാണ് നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞ് വെറയെ തന്റെ സ്വന്തം സഹോദരനായിട്ട് തന്നെ അവനെ വളർത്താനായിട്ട് പറയുമായിരുന്നു. പക്ഷെ വെറയ്ക്കൊരിക്കലും അതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡ്രെവൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗമാണ്. ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം കാരണം അവൻ ആ ഒരു പാർട്ടിയിൽ നിന്നും പുറത്തായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് ആ ഒരു പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി അവൻ ഈ ഗ്രാമത്തിലേക്ക് വന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് അതിൽ തന്റേതായിട്ടുള്ള ഒരു നല്ല അഭിപ്രായം പറഞ്ഞ് അത് യൂട്യൂബിലിട്ട് മറ്റുള്ളവരെ കാണിച്ച് നല്ലൊരു പേര് വാങ്ങുക, അതുവഴി തിരിച്ച് തന്റെ പാർട്ടിയിലേക്ക് കയറുക. അതിനു വേണ്ടിയിട്ടാണ് ഡ്രെവൻ ഇപ്പോൾ ഈ നാട്ടിലുള്ളത്. പക്ഷെ ഡ്രെവൻ ഇപ്പോൾ ഇങ്ങനെയുള്ളത് ഒരിക്കലും വെറയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ ഡ്രെവൻ ഒരു നല്ല മനുഷ്യനാണ്. എന്നോട് പല കാര്യങ്ങളും അവൻ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ആള് ഡോക്ടർ നാറ്റ്. ഇതേ ഗ്രാമത്തിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. തന്റെ ഭാര്യയും കുട്ടികളുമായിട്ട് നല്ല സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് തന്റെ ഭാര്യ ഡോക്ടർ നാറ്റിനെ വിട്ടിട്ട് അവരൊറ്റയ്ക്ക് പോയി ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നാറ്റ് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരിക്കലും അയാൾക്ക് അതിന് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞുള്ള അടുത്ത ആള് ലീ റോസ്, ഒരു എഴുത്തുകാരനാണ്. അത് ഫേമസ് ആയിട്ടുള്ള, ഇത്രയും കാലം മറ്റൊരു നാട്ടിലായിരുന്നു. പെട്ടെന്നാണ് ഈ ഗ്രാമത്തിലേക്ക് വന്ന് ഈ ചർച്ചിലെ ഫാദറിന്റെ ജീവിതം കഥയായിട്ട് എഴുതാനായിട്ട് തീരുമാനിച്ച്
ഇപ്പൊ ഈ ഗ്രാമത്തിലാണ് അയാൾ താമസിക്കുന്നത്. പക്ഷെ ഇതുവരെയും അതും കംപ്ലീറ്റ് ആയിട്ടില്ല. അടുത്തത് വിവിയൻ എന്ന് പറഞ്ഞൊരു പെണ്ണ്. അവളൊരു മ്യൂസീഷ്യനാണ്. എന്തോ ഒരു അപകടം കാരണം അവളുടെ കാലിപ്പോ അനക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ വീൽ ചെയറിലാണ് യാത്ര. ഒട്ടും നടക്കാൻ കഴിയത്തില്ല എന്നല്ല, ചെറിയ രീതിയിൽ നടക്കാൻ കഴിയും. എന്നിരുന്നാലും പഴയതുപോലെ അവൾക്ക് ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തൻ്റെ ഈ ഒരു അസുഖം മാറാൻ വേണ്ടി ഇനി ദൈവത്തിന് മാത്രമേ തന്നെ സഹായിക്കാൻ കഴിയത്തുള്ളൂ എന്ന് വിചാരിച്ച് ഈ ചർച്ചിലെ ഫാദറിനോട് പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് പോകുന്നു. വിവിയന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് അവളുടെ സമ്പാദ്യത്തിലെ ഭൂരിഭാഗവും ഈ ചർച്ചിന് വേണ്ടി അവൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാദർ വിവിയനെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് മറ്റൊരു പ്രശ്നം. ഈ ഫാദർ ഒരേ കണ്ണിൽ കാണാറില്ല. ഈ 4 പേരെ കൂടാതെ ആ ചർച്ചിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അവരാരും 1 മാസത്തിനപ്പുറം വീണ്ടും ഈ ചർച്ചിലേക്ക് പ്രാർത്ഥന കേൾക്കാനായിട്ട് വരാറില്ല. കാരണം ആ ഫാദറിന്റെ സംസാരം അതുപോലെയാണ്. മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിൽ വെറുപ്പ്, അസൂയ, ഇത്തരം കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുന്നത്. കുട്ടികളെ വളർത്തുന്നത് പോലും എന്തോ വലിയ തെറ്റാണെന്നാണ് ഈ ഫാദർ പറയുന്നത്. അത് കാരണം അധികം ആളുകളും ഈ ചർച്ചിലേക്ക് വരാറില്ല, ഈ 4 പേരൊഴികെ. ഈ 4 പേരാണെങ്കിലോ ഈ ഫാദർ പറയുന്നതാണ് നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും വിളിച്ചിരുത്തി ഈ ഫാദർ അയാൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്, അയാൾ ചെയ്യുന്ന രീതി ശരിയല്ല, ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടി ഒരു ദിവസം ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അതിൽ നമ്മുടെ ഡോക്ടറായിട്ടുള്ള നാറ്റ്, എഴുത്തുകാരൻ റോസ്, മാർത്ത, വേറ, അവളുടെ സഹോദരൻ ഡ്രെവൻ, വയലിനിസ്റ്റ് ആയിട്ടുള്ള വിവിയൻ, ഇവരെല്ലാവരോടും ഓക്കെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു കഴിഞ്ഞാലേ ഞാനത് പരിഹരിക്കാം എന്നിവരോട് പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന മാർത്ത, അപ്പൊ ഈ ചർച്ചയ്ക്ക് ഫാദർ വരത്തില്ലേ? ഫാദർ അറിയാതെയാണോ ഈ ചർച്ച നടക്കുന്നത്? ജൂഡ് പറയും അതെ, അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഫാദറിനെ ഞാൻ എത്രയും പെട്ടെന്ന് വിളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഫാദർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ആരും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ ജൂഡ് പെട്ടെന്ന് മാർത്തയെ തടഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു ചർച്ചിനെ, അവിടെയുള്ള ദൈവത്തിനെ അല്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ? ശരി, അവസാനമായിട്ടും നിങ്ങൾ കുമ്പസരിച്ചത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ മാർത്ത പെട്ടെന്ന് വല്ലാണ്ടാവുന്നു. എന്നിട്ട് അവൾ പറയും ഞാൻ കുമ്പസരിച്ചിട്ട് വർഷങ്ങളായി. അത് കഴിഞ്ഞ് മാർത്ത നേരെ ഈ ചർച്ചിലെ ഫാദർ ഉണ്ടല്ലോ ജെഫേഴ്സൺ, അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് കുമ്പസരിക്കുന്നു. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജൂഡ് അവിടെ നിൽക്കുന്നത് ജൂഡിനെ കണ്ടിട്ട് ഞാനിപ്പോൾ കുമ്പസരിച്ചു എന്ന് പറഞ്ഞുള്ള രീതിയിൽ നോക്കി അവരവിടെ നിന്ന് പോകുന്നതും കുറച്ചു കഴിഞ്ഞ് ഫാദർ ജെഫേഴ്സൺ ആ കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അയാളുടെ മുഖം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. പക്ഷേ ജൂഡിന് ഇത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഗുഡ് ഫ്രൈഡേ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച കഴിയുന്നതിന് മുന്നേ ഒരുപാട് ജോലികളുണ്ട്. ഇപ്പൊ ഈ ജോലികളെല്ലാം തീർക്കുന്നതിന് മുന്നേ നമ്മുടെ ഫാദർ ഒരു തവണ കൂടി ജൂഡിന്റെ മുന്നിലെ കുമ്പസരിയായിട്ട് വരുന്നു. അതും എപ്പോഴും അയാൾ സംസാരിക്കുന്നത് പോലെ ജൂഡിനെ വെറുപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നല്ല ദേഷ്യപ്പെട്ടാണെങ്കിലും ജൂഡ് ഇങ്ങനെ കേട്ടിരുന്നത്. ആ ഫാദർ കുമ്പസരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജൂഡ് ആ ഫാദറിനോട് പറയും ശരി ഞാൻ നിങ്ങളോടൊന്ന് കുമ്പസരിക്കാൻ പോവാണ്. ഇപ്പൊ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം തിരിച്ചു പറയും. എന്താന്ന് വെച്ചാൽ അയാൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം തിരിച്ചു പറഞ്ഞ് അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് കാരണം നിങ്ങളെ എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊരു തെറ്റാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ പാപത്തിന് എനിക്ക് പരിഹാരം വേണം. ഇത് കേൾക്കുന്ന ഫാദറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇയാളെ പറ്റി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യണമെന്ന് കൂടി പറയുമ്പോഴത്തേക്കും ഫാദർ തിരിച്ച് എന്നെപ്പറ്റി നീ എന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നത് ചോദിക്കുമ്പോൾ ജൂഡ് പറയും ഫാദർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് വിശ്വസിക്കുന്ന ഒരു 4 പേരുണ്ട്. ആ 4 പേരുടെ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം പരിഹാരം നിങ്ങളിലൂടെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനുള്ള പരിഹാരം ഒരിക്കലും നിങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലോ അവരുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും എല്ലാം നിറച്ച് അവരുടെ പ്രശ്നങ്ങൾ വീണ്ടും വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. കാരണം അവർ ദൈവത്തിലെ വിശ്വസിച്ച് വരുന്നവരാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്യണം എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഫാദറിന് ദേഷ്യം വന്നിട്ട് ജൂഡിന്റെ ഒരു ഒറ്റയടി അടികൊണ്ട് ജൂഡ് താഴേക്ക് വീണിട്ട് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ജൂഡ് ഫാദറിനെ ഇടിക്കാനായിട്ട് വരുമ്പോൾ ഫാദർ പെട്ടെന്ന് പറയും ഇതാണ് ഞാനും പറയുന്നത്, എല്ലാവരുടെ ഉള്ളിലും ഒരു ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യം നല്ലത് തന്നെയാണ്, അല്ലാതെ വെറുതെ എല്ലാവരും സ്നേഹിക്കണം, ദൈവത്തിന്റെ പിറകെ പോകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ജൂഡ് പറയും വേണ്ട ഫാദർ, ഇത് ചെയ്യാതിരിക്കാനാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നത്. അതുകൊണ്ട് വീണ്ടും എന്നെ കൊണ്ട് ഇത് ഒരിക്കലും ചെയ്യിക്കരുത്. നിങ്ങൾ ഈ ചർച്ചിലെ ഒരു വൈറസാണ്. അതുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ ചർച്ചും ഇവിടേക്ക് വരുന്ന ആളുകളും നല്ലവരായിട്ട് മാറത്തുള്ളൂ. അത് ഞാൻ എന്തായാലും ഇല്ലാണ്ടാക്കും എന്ന് അയാളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഈ കാര്യം പറയുന്നതും ഫാദർ പറയും ഓക്കെ നിനക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ ചെയ്തോന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് വെറയുടെ സഹോദരൻ ഉണ്ടല്ലോ അവൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മുടെ ജൂഡ് വലിയ കാര്യമാക്കാതെ അന്ന് രാത്രി തന്നെ അവൻ അവിടെ നിന്നും ഇവരുടെ ഓഫീസിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ജൂഡ് സംസാരിച്ച
ഈ ഫാദറിനെ വിശ്വസിക്കുന്ന അത്രയും പേരുണ്ടല്ലോ, അവരെല്ലാവരെയും വിളിച്ചിരുത്തി ജൂഡ് ഇവരെല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിച്ച ആ ഒരു കാര്യത്തെ പറ്റി ദേഷ്യപ്പെട്ട് അങ്ങനെ സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ട ജൂഡ് പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നതും ജൂഡിനെ കാണുമ്പോൾ തന്നെ ആ ഫാദർ ഒരു ബുക്ക് എടുത്ത് അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോന്ന് പറഞ്ഞ് ജൂഡിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഈ ദേഷ്യം കാരണം ജൂഡ് അവിടെ നിന്ന് നേരെ പോകുന്നത് അവിടെയുള്ളൊരു ബാറിലേക്കാണ്. അങ്ങനെ ആ ബാറിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ലൈറ്റിന് മുകളിലായിട്ട് ചെന്നായിയുടെ ഒരു തല വെച്ചിട്ടുണ്ട്. ഈ ഫാദറിനോടുള്ള ദേഷ്യം കാരണം നേരെ ചെന്ന് അതിലേക്ക് പിടിക്കുമ്പോൾ അത് ഒരു കയ്യിൽ വന്നിരിക്കും. ഇത് കണ്ട ആ ബാറിലെ അറ്റൻഡർ ഉണ്ടല്ലോ, അയാൾ വന്നിട്ട് സാർ ആ ചെന്നായുടെ തല നിങ്ങൾ തന്നെ വെച്ചോ, ഇനിയൊന്നും എന്തായാലും നശിപ്പിക്കണ്ട, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ജൂഡിനെ വെളിയിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ജൂഡ് തന്റെ സൈക്കിളും എടുത്ത് ആ ബാറിൽ നിന്ന് തിരിച്ച് അതേ ദേഷ്യത്തോടെ തന്നെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ചർച്ച് കാണുന്നതും. അവൻ ആ ബാറിലിരിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ കയ്യിലുള്ള ആ ഒരു ചെന്നായുടെ തലയുണ്ടല്ലോ, അത് നല്ല വെയിറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് അതെടുത്ത് ഈ ചർച്ചിലേക്ക് ഒരു ഒറ്റയേറ് അവിടെയുള്ള ഏതോ ഒരു ജനൽ തകരുന്ന ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് പുറകിൽ നിന്നും ഒരാള് ഏയ് അതാരാന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, സാംസൺ എന്ന് പറഞ്ഞിട്ട് ഈ തോട്ടം നോക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളാണ്. ഇത് കണ്ട ജൂഡ് സൈക്കിളും എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഗുഡ് ഫ്രൈഡേ. ഈ ദിവസമാണ് ഫാദർ എല്ലാവരോടും സംസാരിക്കുന്നത്. പക്ഷെ അവിടെ ഉള്ളതോ ആ 4 പേര് ഈ ഫാദറിനെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അവർ 4 പേര് നമ്മുടെ ജൂഡും ഈ ചർച്ചിന്റെ ഒരു വശത്തായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫാദർ ആണെങ്കിലോ ഇപ്പൊ ആ ഒരു മേടയിൽ കയറിയിട്ട് നല്ലതുപോലെ സംസാരിക്കുന്നു. അതും അത്രയും ദേഷ്യത്തോടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് തന്നെ മാർത്തയും അതേപോലെ തന്നെ തോട്ടക്കാരനായിട്ടുള്ള സാംസണും ഉണ്ട്. അങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് ഫാദർ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അടുത്തൊരു റൂമുണ്ട്, അതിനകത്തേക്ക് കയറി നിൽക്കും. അപ്പൊ അടുത്തിരിക്കുന്ന വലിയൊരു കുരിശെടുത്ത് ജൂഡാണെങ്കിലോ അത് കൊണ്ടുവന്ന് സെന്ററിലേക്ക് വെക്കും. എന്നിട്ട് ഒരു പ്രാർത്ഥനാ ഗാനം അത് പാടാനായിട്ട് വരുന്നതും പെട്ടെന്ന് റൂമിനകത്ത് എന്തോ വീഴുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് അവിടേക്ക് തന്നെ നോക്കുന്നുണ്ട്. ജൂഡിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ജൂഡ് ഇപ്പോൾ പതിയെ ആ റൂമിന് മുന്നിലേക്ക് ചെന്ന് നോക്കുന്നതും അവൻ ആകെ സ്തംഭിച്ച് നിൽക്കാണ്. എല്ലാവരും ജൂഡിനെ തന്നെ നോക്കുന്നു, കാരണം ആ റൂമിനകത്ത് എന്താണ് സംഭവിച്ചെന്ന് ഇവർക്ക് അറിയുന്നില്ലല്ലോ. ജൂഡ് പതിയെ പതിയെ നടന്ന് ആ റൂമിനുള്ളിലേക്ക് കയറുന്നു. അപ്പോഴാണ് ആ ഫാദർ അവിടെ വീണ് കിടക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടറായിട്ടുള്ള നാറ്റ് അവൻ പെട്ടെന്ന് ജൂഡിനോട് ചോദിക്കും, ജൂഡ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചേ. എല്ലാവരും അവിടേക്ക് എഴുന്നേറ്റ് വരും. അങ്ങനെ ജൂഡ് നേരെ ആ ഫാദറിന്റെ മുതുകിലേക്ക് വന്ന് തൊട്ടു നോക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഫാദറിന്റെ മുതുകിലെ രക്തം. ഇതെങ്ങനെയാണ് സംഭവിച്ചെന്ന് അവന് മനസ്സിലാവുന്നില്ല. കൂടാതെ ഫാദറിന്റെ മുതുകിലാണെങ്കിലോ അവൻ ഇന്നലെ ബാറിൽ നിന്ന് എടുത്ത് ഈ ചർച്ചിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞ ചെന്നായുടെ തലയുണ്ടല്ലോ, അത് തറച്ചിരിക്കുന്നു. ഇത് കണ്ട ആ ഡോക്ടർ ഹേയ് ജൂഡ് അതിലൊന്നും തുടരുതെന്ന് പറഞ്ഞ് ജൂഡിനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ആ ഡോക്ടർ അകത്തേക്ക് വരും. എന്നിട്ട് ആ ചെന്നായുടെ തലയിൽ പിടിച്ചിങ്ങനെ ഉയർത്തുമ്പോൾ അതൊരു കത്തിയായിരുന്നു. ഇത് കാണുന്നത് മാർത്ത അലറി വിളിക്കാൻ തുടങ്ങും. എന്നിട്ട് ഇത് സാത്താന്റെ വേലയാണ്, സാത്താന്റെ വേലയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞ ആ ഒരു കുരിശിലേക്ക് പിടിച്ച് കരയുന്നതും എല്ലാവരും മാർത്തയെ നോക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ നാറ്റുണ്ടല്ലോ, അവൻ ആ ഒരു കത്തി മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. അപ്പോൾ ശരീരം മുഴുവനായിട്ട് രക്തമായി. അങ്ങനെ ഇവരെല്ലാവരും തിരിഞ്ഞു നോക്കുന്നതും ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചതായിട്ട് ജൂഡ് ഇപ്പോൾ ആ ലെറ്ററിൽ എഴുതുന്നുണ്ട്. അത് നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടേക്ക് നാട്ടുകാരെല്ലാം വരുന്നു. അത് കഴിഞ്ഞ് പോലീസ്, ആംബുലൻസ് എല്ലാവരും വരുന്നുണ്ട്. അതിനുശേഷമാണ് ഞാനും വെളിയിലേക്ക് വന്നത്. എന്നിട്ട് ഞാനും അവരോടൊപ്പം തന്നെ ജോയിൻ ചെയ്തു. അവിടെയാണ് ഈ ഗ്രാമത്തിലെ പോലീസുകാരിയായിട്ടുള്ള ജെറാൾഡ് സ്കോട്ട് അവിടെ വരുന്നത്. ഓക്കെ, അവരെന്തായാലും നമുക്ക് പോലീസുകാരി എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ പോലീസുകാരി ഇപ്പോൾ ജൂഡിനെ ചോദ്യം ചെയ്യാണ്. അതുമല്ല ജൂഡിനെ അവരൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആ ഒരു ഫാദറുമായിട്ട് വഴക്കിട്ട് അയാളെ കൊല്ലും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തല്ലോ, അതേ വീഡിയോ. കാരണം ഈ വീഡിയോ ഡ്രൈവൻ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് അതെടുത്ത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡും ചെയ്തു. അതാണ് ഈ പോലീസുകാർ ഇപ്പോൾ ജൂഡിന് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഫാദർ മരിക്കാനായിട്ടുള്ള കാരണം നീയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നീ കൊന്നെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഈ കേസിൽ നീ ഞങ്ങളോടൊപ്പം ഞങ്ങളെ സഹായിച്ചേ മതിയാവൂ എന്ന് പറയുന്നതും ഇത് കേട്ട ജൂഡിന് അത്രയും വിഷമായി. എന്തുകൊണ്ടാണ് തനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആ ഒരു ചർച്ചിനകത്തേക്ക് കയറിയിട്ട് അവിടെ മുട്ടുകുത്തിയിരുന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ച് കരയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് കരയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ചർച്ചിന്റെ ഡോറ് ആരെ തുറക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ നായകൻ ഡിക്റ്റേറ്റീവ് ഉണ്ടല്ലോ, ബെനോയിറ്റ്, അവൻ കയറി വരുന്നത്. അങ്ങനെ ഹീറോ അകത്തേക്ക് കയറി വന്നിട്ട് സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ ജൂഡ് പെട്ടെന്ന് എഴുന്നേറ്റ് സോറി ഇന്ന് ഈസ്റ്റർ ഡേ ആണ്, ഇന്ന് പ്രാർത്ഥനയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുന്നതും ഹീറോ പറയും ഇല്ലില്ല, ഞാൻ വെറുതെ വന്നാലും നിങ്ങളിത് കാണാൻ വേണ്ടി, ഇവിടെ എന്തോ ഒരു പ്രശ്നം നടന്നു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജൂഡിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ജൂഡും മനസ്സ് വിട്ട് എല്ലാ കാര്യങ്ങളും ഹീറോയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ജൂഡ് ഹീറോയോട് പറയുന്നുണ്ട്, ഈ ഫാദർ മരിച്ചതിൽ എനിക്ക് അത്ര വിഷമമൊന്നുമില്ല, അതൊരു നല്ല കാര്യം തന്നെയാണ്, അതേപോലെ അതൊരു തെറ്റുമായിരുന്നു എന്നല്ല എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ആ പോലീസുകാരി അകത്തേക്ക് വന്നിട്ട് ഡിക്റ്റേറ്റീവ് നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്, സമയമായി പോവാന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പെടുന്ന് ഒന്ന് മിണ്ടാതെ പോകും, ഞാൻ ഇവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതും അപ്പോഴാണ് നമ്മുടെ ജൂഡിന് തന്നെ മനസ്സിലാവുന്നത്
ഇതൊരു ഡിക്റ്റേറ്റീവ് ആണെന്ന്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും, ദേ ജൂഡ്, ഇത് ശ്രദ്ധിച്ചോ, നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആ ഫാദറിനെ കൊന്നതൊരിക്കലും നീയല്ല, പക്ഷേ ഇവിടെ നടന്നത് സാധാരണ ഒരു മരണമല്ല, ഒരു കൊലപാതകം തന്നെയാണ്. ആ സ്ഥലത്ത് നീയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്നത് വരെ നീ എന്നോടൊപ്പം നിൽക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ രണ്ടുപേരും പോകാൻ പോകുന്നത് ആ ഫാദറിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ഒരു 2 ഡോക്ടർമാരും ഈ ശരീരം പരിശോധിക്കുന്നത് കാണുമ്പോൾ തന്നെ ചിരി വരും. എന്തോ പാവയെ പിടിച്ച് തിരിച്ചിടുന്നത് പോലെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ജൂഡിനെ സഹിക്കാൻ കഴിയാതെ അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ഹീറോ വെളിയിലേക്ക് വന്നിട്ട് ജൂഡിനോട് പറയും, ജൂഡ്, ഇങ്ങനെയൊന്നും ഒരിക്കലും കാണിക്കരുത്, നീ ഞങ്ങളോട് എന്തായാലും നല്ലതുപോലെ സഹകരിച്ചേ മതിയാവും, അങ്ങനെയാണെങ്കിൽ ഈ കേസ് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരിയും അകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ജൂഡ് പറയും, ശരി, ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാം. ഈ ഫാദറിനെ കുത്തിക്കൊല്ലാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു കത്തിയില്ലേ, അതിന് മുകളിൽ ഒരു ചെന്നായുടെ തലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അടുത്തായിട്ട് പോകുന്നത് ആ ഒരു ബാറിലേക്കാണ്. അവിടെ ചെന്ന് ഈ ചെന്നായുടെ തല ആ ബാറിലുള്ള അയാളെ കാണിച്ചിട്ട് ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഭാര്യ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ വിളക്കിന് മുകളിലായിട്ട് വാങ്ങി വെച്ചതാണ്. പക്ഷെ ഇതിപ്പോ ചുവന്ന നിറത്തിലല്ലേ, ഇവിടെയുള്ളത് ചുവന്ന നിറത്തിലല്ല, ഇതാരോ പെയിന്റ് ചെയ്തതാണ്. ദേ, ഇവിടെ ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞ് അയാൾ എടുത്തൊരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ ഹീറോ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടാണ് ജൂഡിനോട് ചോദിക്കുന്നത്, ശരി ജൂഡ്, നീ ഈ ഒരു തല ആ ചർച്ചിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞതല്ലേ പറഞ്ഞ്, അത് കഴിഞ്ഞത് ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, അടുത്ത ദിവസം മാർത്ത ചർച്ചിൽ വരുമ്പോൾ ഈ കാര്യം കണ്ടിരുന്നു, കുട്ടികൾ എന്തോ ചെയ്താണെന്ന് പറഞ്ഞ് അതെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞതും മാർത്ത എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയും. ഈ കാര്യം പറയുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ ബാറിലെ ഫോട്ടോ എടുത്ത സ്ഥലമുണ്ടല്ലോ അവിടെ നോക്കുമ്പോഴത്തേക്കും രണ്ടിലും എന്തോ വ്യത്യാസമുള്ളതുപോലെ അത് മാറി മാറി നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത സമയത്ത് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു, നാറ്റ് ഉണ്ടല്ലോ അവൻ. പക്ഷെ ഇത്തവണ ഡോക്ടറിനെ അവിടെ കാണുന്നില്ല. പകരം ഇപ്പോ ഡോക്ടറിന്റെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഈ ഫോട്ടോയിലും ഡോക്ടറിന്റെ ബാഗ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ ജൂഡിന് മനസ്സിലായി ഡോക്ടർ ഇവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന്. പെട്ടെന്ന് ജൂഡ് ഡോക്ടർ നാറ്റ് എന്നിങ്ങനെ വിളിക്കുന്നതും ആ ഡോക്ടർ അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു. ഇവരെ കണ്ടിട്ട് ഒളിച്ചിരുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ജൂഡിനെ കണ്ടിട്ട് അവന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്ന്, നീ ഇങ്ങനെ ഒരു കൊലയാളിയാവുമെന്ന് ഞാൻ ഒരിക്കലും നിന്നെ പറ്റി വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ജൂഡിനോട് ദേഷ്യപ്പെട്ട് തന്റെ ബാഗും എടുത്ത് പെട്ടെന്ന് ആ ഒരു ബാറിൽ നിന്ന് ഇറങ്ങി പോകുന്നു, ഇവരോട് മറുപടി ഒന്നും പറയാതെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നേരെ പോകുന്നത് ആ ഒരു ചർച്ചിലേക്ക് തന്നെയാണ്. അങ്ങനെ ആ ചർച്ചിന് മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും അടുത്ത് താമസിക്കുന്ന ആ തോട്ടക്കാരൻ സാംസൺ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ജൂഡിന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. ഇത് കാരണം ജൂഡിന് നല്ല വിഷമം വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആ പോലീസുകാരുടെ അടുത്തേക്ക് ഇരുന്നിട്ട് ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലൊരു കൊലപാതകം ഇവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതും മറ്റാർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒരു കൊലപാതകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഈ ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ബുക്ക് ഒരു കൊലപാതക സ്റ്റോറിയാണ്. അതിൽ ചെയ്തേക്കുന്ന അതേ രീതി തന്നെയാണ് ഈ കൊലപാതകത്തിലും അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. ആ ബുക്കിന്റെ പേര് ദി ഹോളോ മാൻ എന്നും പറഞ്ഞിട്ട് ആ ഒരു ബുക്ക് എടുത്ത് നമ്മുടെ ഹീറോ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ബുക്ക് കാണുന്നതും ജൂഡ് പെട്ടെന്ന് പറയും, അല്ല, ഈ ബുക്ക് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ട്, അതെവിടെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചർച്ചിലെ ഒരു പ്രധാന മുറിയുണ്ട്, അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു മുറിയാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ഫാദർ തനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുക്കുകൾ വരുത്തുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഹോളോ മാൻ എന്ന് പറഞ്ഞ് ഈ ബുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബുക്കുകളെല്ലാം നമ്മുടെ ഹീറോ എടുത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, ഏയ്, ഈ ബുക്കെല്ലാം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു കൊലപാതകം ഒരു തെളിവില്ലാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ബുക്കുകളിൽ തന്നെയുണ്ട്. ഇവിടെ എന്താ ഈ നടക്കുന്നേ? അല്ല, എന്തുകൊണ്ടാണ് ഈ ഒരു ഫാദർ ഇതുപോലെയുള്ള ബുക്കുകൾ വാങ്ങുന്നത്? ഓക്കെ, എന്തായാലും നമുക്കത് നോക്കാമെന്നും പറഞ്ഞ് ക്രൈം നടന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ചർച്ചിന്റെ അകം, അതിനകത്തേക്ക് ഇവരെല്ലാവരും പോവും. അങ്ങനെ നമ്മുടെ ജൂഡും ആ പോലീസുകാരി അവിടെ നിൽക്കുമ്പോൾ ഹീറോ അതിനകത്ത് തന്നെ ഇങ്ങനെ ചുറ്റി നടക്കാണ്. നല്ലതുപോലെ തന്നെ കുറേ നേരം നടന്നിട്ട്, ഓക്കെ, ഈ ചുമരെല്ലാം ഞാൻ നല്ലതുപോലെ പരിശോധിച്ചു, ഒരു പൊട്ടലോ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫാൾസ് ആയിട്ടുള്ള പണികളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ചുമരിന്റെ ഭാഗത്ത് ഒളിച്ചു നിൽക്കാനായിട്ട് ആരെ കൊണ്ടും കഴിയത്തില്ല. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ദൂരെ നിന്ന് ആരെങ്കിലും കത്തി കൊണ്ട് എറിയാനായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഫാദറിന് അധികം നേരം ഇവിടെ നിൽക്കാനായിട്ട് കഴിയത്തില്ല. പകരം ഫാദർ ആ റൂമിനകത്ത് പോയിട്ടാണ് താഴെ വീണിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റൂമിനകത്ത് വെച്ച് ആരോ ഒരാള് ഫാദറിന്റെ മുതുകിൽ കുത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ റൂമിനകത്ത് നിൽക്കാനും ഒരാളെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ജൂഡ്, നീയും അവിടെ തന്നെ ഇരിക്കുമായിരുന്നു, അതുപോലെ ഒരാളെ നീയും കണ്ടിട്ടില്ല, അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ പോലീസുകാരി പറയും, ശരി, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും റോബോട്ടിനെ ഉപയോഗിച്ചിട്ട് ഈ കത്തി കറക്റ്റ് സമയത്ത് കൊള്ളുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ AI ടെക്നോളജി വരെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബേസ്ബോളെല്ലാം എറിയുമല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു ടെക്നോളജി വെച്ചിട്ട് ഫാദറിന്റെ മുതുകിലേക്ക് ആ ഒരു കത്തി എറിഞ്ഞതായിരിക്കാം. അത് നോക്കാന്ന് പറഞ്ഞിട്ട് ആ റൂമിനകത്തേക്ക് ചെന്ന ഹീറോ അവിടെ ഇലക്ട്രിക്കൽ സ്വിച്ച് ഉണ്ട്, അതിന്റെ ആ ഒരു ബോക്സ് തുറന്നു നോക്കിയിട്ട് അവിടെയുള്ള സ്വിച്ചുകളെല്ലാം ഇങ്ങനെ ഓൺ ഓഫ് ആക്കി നോക്കുമ്പോഴത്തേക്കും ഈ ചർച്ചിനകത്തെ ലൈറ്റുകൾ അണയുകയും കത്തുകയും ചെയ്യുന്നതല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇവിടെ വെച്ചും ഒന്നും ചെയ്യാനായിട്ട് സാധ്യതയില്ല. പിന്നെ എങ്ങനെയായിരിക്കും ഇവർ ആലോചിക്കുമ്പോഴത്തേക്കാണ്
വെളിയിൽ മാർത്ത എന്ന് പറഞ്ഞ സ്ത്രീയാണല്ലോ, അവര് ഈ ചർച്ചിനകത്ത് വന്നിട്ട് നല്ലതുപോലെ കരയുന്ന ശബ്ദം കേട്ട് നമ്മുടെ ജൂഡ് വിട്ടുന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് മാർത്തയെ പിടിച്ച് അവരെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പൊ മാർത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇതുപോലൊരു സ്ഥലത്ത് കേസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊന്നും വന്ന് അന്വേഷിക്കാൻ പാടില്ല, അവരെല്ലാവരെയും പുറത്താക്കുമെന്നും പറഞ്ഞ് മാർത്ത കിടന്ന് കരയുന്നതും ജൂഡ് ഇപ്പോൾ മാർത്തയെ സമാധാനിപ്പിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാർത്ത നേരെ ജൂഡിനോട് ദേഷ്യപ്പെട്ട് അവനോട് സംസാരിക്കുന്നു. നീയാണ് കൊലയാളി, നീ കാരണമാണ് ഫാദർ മരിച്ചത്, നീ ഇവിടെ നിന്ന് പുറത്തു പോകണം എന്തെല്ലാം പറഞ്ഞ് ജൂഡിനെ വഴക്ക് പറയുമ്പോൾ, അതുമല്ല ജൂഡിനോട് അവർ പറയുന്നുണ്ട് നീ ഒരു യഥാർത്ഥ പുരോഹിതനല്ല എന്ന് പറയുന്നതും ജൂഡ് അവരുടെ കയ്യിലേക്ക് ഒരു ഒറ്റയടി. ജൂഡ് ഇപ്പോൾ അവരോട് പറയും, ശരി ഡിറ്റക്റ്റീവ് തെളിവുകളെല്ലാം വെച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആട്ടുംകൂട്ടത്തിലെ ആ ചെന്നായനെ എന്തായാലും കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് ജൂഡ് അവിടെ നിന്ന് നേരെ പോകുന്നത് സാംസന്റെ ആ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് അവിടെയുള്ള ബോക്സിംഗ് ബാഗ് ഉണ്ട്, അതിനടുത്തേക്ക് വന്ന് തന്റെ ദേഷ്യമെല്ലാം അതിലേക്ക് ഇടിച്ചിടിച്ച് തീർക്കാണ്, കാരണം അവനൊരു ബോക്സറും കൂടിയാണല്ലോ. അപ്പോഴേക്കും സാംസൺ പറയും, ഹേയ് നിനക്ക് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ഫാദറിനെ കൊല്ലാനായിട്ട് ദേഷ്യം വരുമ്പോഴും നിനക്ക് ഈ ബാഗിൽ വന്ന് ഇടിച്ച് തീർത്തുകൂടായിരുന്നു, എന്തിനാ ഫാദറിനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ജൂഡ് പറയും, ഇല്ല ഒരിക്കലും ഞാനല്ല അത് ചെയ്തത്. പോലീസുകാർ പറയുന്നു അതെന്തോ റോബോട്ടിനെ വെച്ചോ AI വെച്ചോ എന്തൊക്കെയോ പറയുന്നുണ്ട്, വേറെന്തോ റിമോട്ട് കൺട്രോൾ വെച്ചോ എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്നാണ് ഈ ഒരു ബാഗിൽ ഇടി നിർത്തി എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് സാംസന്റെ ആ ഒരു TV ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. എന്നിട്ടാണ് നടന്ന് നമ്മുടെ സാംസന്റെ അടുത്തേക്ക് വന്നിട്ട്, അല്ല ഫാദർ മരിച്ച ആ ഒരു ദിവസം ഫ്രൈഡേ അല്ലായിരുന്നു, അന്ന് എന്തെങ്കിലും മാച്ച് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ സാംസൺ പറയും അതെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ജൂഡ് ചോദിക്കുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ന് അവിടെ പ്രാർത്ഥന ഏൽക്കാനായിട്ട് വന്നു, കൂടാതെ പ്രാർത്ഥന ഏൽക്കാൻ വരുന്ന ദിവസം നിങ്ങൾ ആ ഒരു മാച്ച് റെക്കോർഡ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, അങ്ങനെ റെക്കോർഡ് ചെയ്ത ആ ഒരു മാച്ച് നിങ്ങൾ വീണ്ടും കാണുമ്പോൾ ഈ TV എന്തെങ്കിലും ഗ്ലിച്ച് സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സാംസൺ പറയും അതെ ഗ്ലിച്ച് ആയിട്ടുണ്ടായിരുന്നു, അത് ഒരിടത്തിലെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേപ്പ് അവിടെ തന്നെയുണ്ട്, എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നതും ജൂഡ് ആ ടേപ്പ് കൊണ്ട് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്നിട്ട് അവിടെ ഇട്ട് ഇത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ജൂഡ് സംശയിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കത്തി ഫാദറിന്റെ ദേഹത്തേക്ക് ആ റോബോട്ട് വഴി അവർ തറച്ചിട്ടുണ്ടെങ്കിൽ ആ റിമോട്ടിൽ നിന്ന് വരുന്ന തരംഗങ്ങളുണ്ടല്ലോ, അത് കാരണം ഈ മാച്ച് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു ഗ്ലിച്ച് സംഭവിക്കും. ഇപ്പൊ ഇത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് പരിശോധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതുപോലെ ഒരു ഗ്ലിച്ച് സംഭവിച്ചിട്ടുണ്ട്, അത് തന്നെയാണെന്ന് പറയുന്നതും ജൂഡിന് ഇപ്പോഴാണ് സന്തോഷമാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു റോബോട്ടിക് ഡിവൈസ് വെച്ചിട്ടാണ് ഫാദറിന്റെ ദേഹത്തേക്ക് ആ ഒരു കത്തി ഇറക്കി അവർ കൊന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ പറയും, ശരി ഈ റെക്കോർഡിംഗ് വീഡിയോയിലെ ഗ്ലിച്ചായ സമയവും അതേപോലെ തന്നെ അവിടെ ഫാദർ ആ റൂമിനകത്ത് താഴേക്ക് വീഴുമ്പോഴത്തേക്ക് ഒരു ശബ്ദം കേൾക്കുമല്ലോ, ആ ടൈമും കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് മാച്ച് ചെയ്ത് നോക്കാൻ പറയും. അത് രണ്ടും കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റോബോട്ട് ഉപയോഗിച്ച് തന്നെയാണ് അവർ ആ കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് കൺഫേം ചെയ്യാൻ കഴിയും. അങ്ങനെ ഇവർ രണ്ട് വീഡിയോ പരിശോധിക്കുമ്പോഴത്തേക്കും അവിടെ ഫാദർ ആ റൂമിനകത്ത് വന്ന് വീഴുമല്ലോ, ആ സമയത്ത് ഒരിക്കലും ഈ വീഡിയോയിൽ ഗ്ലിച്ച് വരുന്നില്ല, പകരം നമ്മുടെ ജൂഡ് ഈ ഫാദറിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ സമയത്താണ് ഗ്ലിച്ച് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫാദർ വീഴുന്ന സമയത്തല്ല, അത് കഴിഞ്ഞിട്ടാണ് റിമോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് പോലെ ഇത് റോബോട്ട് ഉപയോഗിച്ചൊന്നും ചെയ്തതല്ല, കാരണം ഈ റെക്കോർഡിംഗ് വീഡിയോയിൽ വന്ന ആ ഒരു ഗ്ലിച്ച് അത് വേറെ എന്തോ ഒരു ഗ്ലിച്ചാണ്, കാരണം രണ്ട് സമയം ഒരിക്കലും മാച്ച് ആവുന്നില്ല, അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ഇതിൽ തല പോയിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേട്ട നമ്മുടെ ജൂഡിന് വീണ്ടും കഴിയുന്നില്ല. ഒരു വിധത്തിൽ ഈ കേസ് അവസാനിക്കുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഇത് വേറെ രീതിയിലേക്ക് പോവാണ്. അപ്പോൾ ഹീറോ നമ്മുടെ ജൂഡിനെ കൂട്ടി നേരെ അവന്റെ വീട്ടിലേക്ക് പോകും, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ ജൂഡിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ടാണ് പറയുന്നത്, ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ, നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ഈ ചർച്ചിലേക്ക് വന്നത് മുതലേ ഈ ഫാദർ മരിച്ചല്ലോ, അതുപോലെ ഈ കേസ് ഇവിടം വരെ കണ്ടുപിടിക്കുകയും ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു തവണ കൂടി ഈ പേപ്പറിലൊന്ന് എഴുതാൻ കഴിയുമോ, കുറച്ച് സമയം എടുത്തായാലും കുഴപ്പമില്ല, നല്ലതുപോലെ ഒന്ന് എഴുതാൻ പറയുന്നതും ജൂഡിനിപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ എന്തായാലും എഴുതാമെന്നും പറഞ്ഞ് ജൂഡ് നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എഴുതാണ്. ഹീറോയും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ജൂഡ് എഴുതി കഴിയുന്നതും ഇപ്പോൾ ജൂഡ് എഴുതുന്ന അതേ കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ ഹീറോ വായിക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹീറോ വായിച്ചു തീർന്നതും പെട്ടെന്ന് ജൂഡിനടുത്തേക്ക് വന്നിട്ട് ജൂഡ് നല്ല ഉറക്കം. അങ്ങനെ ജൂഡിനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാ ജൂഡ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ചോദിക്കുന്നതും ഇവിടെയാണ് ഒരു ടെസ്റ്റ് വരാൻ പോകുന്നത്. ഇപ്പോൾ ജൂഡ് ചോദിക്കും, അല്ല നിങ്ങളെങ്ങനെ അത് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുന്നതും എന്താന്ന് വെച്ചാല് ജൂഡ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പുറത്തെല്ലാവരുമായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് പോലീസ് വന്നതെന്നാണ്. പക്ഷേ സത്യത്തിൽ നീ അന്ന് പറഞ്ഞത് പോലീസ് എല്ലാം വന്നതിന് ശേഷമാണ് നീ ചർച്ചിനകത്ത് നിന്ന് പുറത്തിറങ്ങിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് വരുന്നത് വരെ നീ ചർച്ചിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നീ പുറത്തിറങ്ങിയതിന് ശേഷമാണ് പോലീസ് അകത്തേക്ക് പോയിട്ട് കൊലപാതകം നടന്ന ആ സ്ഥലം തന്നെ അവർ നിരീക്ഷിച്ചത്. എന്തുകൊണ്ടാ ജൂഡ് എന്നോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുന്നതും ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റായിപ്പോയി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് പറഞ്ഞതുപോലെ തന്നെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്,
ചെക്ക് ചെയ്ത് ബാക്കി കാണാം.